തയ്യാറാക്കുന്നത് ഒരു ഓയിലാണ്, ഒരു ഹെയർ ഓയിലാണ് തയ്യാറാക്കുന്നത്. മുടിക്ക് നല്ല കറുപ്പ് നൽകുന്നതും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കുവാനും അകാലം നര ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ മുടി നന്നായി വളരുന്നതിനും ഈ ഓയിൽ സഹായിക്കുന്നു. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. രണ്ട് കൂട്ടം മരുന്നുകൾ, പച്ചമരുന്നുകൾ മാത്രമേ ഉള്ളൂ. അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് മൈലാഞ്ചി ഇല, പിന്നെ ചെമ്പരത്തിപ്പൂ. ഞാൻ ഒരു 6 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. 4, 5, 6 എത്രയിലും എൻ്റെ കയ്യിൽ കിട്ടിയത് 6 ചെമ്പരത്തിപ്പൂവാണ്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചി ഇലയും ഇത്രയേ ഉള്ളൂ. അധികം എണ്ണ കാച്ചുന്നില്ല. ഒരു 250 ഗ്രാം എണ്ണയ്ക്ക് ഞാൻ അനത്തുന്നുള്ളൂ. അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ വേറെ അനത്തുള്ളൂ. വേറെ ഇൻഗ്രീഡിയൻസ് ഇട്ടായിരിക്കും അനത്തുന്നത്. ഒരു പ്രാവശ്യം 1, 2 മരുന്ന് അത്രേ എടുത്തുള്ളൂ. ഇതൊന്ന് തയ്യാറാക്കാൻ പോയാലോ? ഇത്ര ഇല പറിച്ചിട്ടുള്ളൂ. ഇതൊന്ന് നുള്ളി പറിച്ചെടുക്കണം. എന്നിട്ട് ഈ ഇലയാണെങ്കിൽ അരച്ചെടുക്കണം. പൂവ് അരയ്ക്കണ്ട. ഈ പൂവ് എണ്ണയ്ക്കകത്ത് അതുപോലെ തന്നെ ഇട്ടാൽ മതി. തയ്യാറാക്കാം. എല്ലാവരും വാ. ഇത് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. ഇതിൻ്റെ ഇലകളെല്ലാം പറിച്ചെടുക്കാം. എന്നിട്ട് മിക്സിയിൽ ഇതിൻ്റെ ഇലകളൊന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ പൂക്കൾ ഞാൻ കഴുകി വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഇതളുകൾ മാത്രം മതി, ബാക്കി ഇത് വേണ്ട. ഇത് ഞാൻ പറിച്ചെടുക്കട്ടെ. നല്ല കറുപ്പ് തരുന്ന ഒരു പച്ച മരുന്നാണ് ഈ മൈലാഞ്ചി ഇല. അതുപോലെ തന്നെ അകാല നരയ്ക്ക് ഉത്തമമാണ്, മുടി കൊഴിച്ചിലില്ലാതാക്കുന്നു. അതുപോലെ തന്നെ ഇത് മഞ്ഞപ്പിത്തത്തിന് മരുന്നാണിത്. മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ ഇലയും അരച്ച് ഈ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായി അരച്ചിട്ട് പച്ച പാലിൽ സൂര്യോദയത്തിന് മുമ്പ് ഇത് കുടിച്ചാൽ മഞ്ഞപ്പിത്തം മാറിക്കിട്ടും. അങ്ങനെ നല്ല ഗുണമുള്ള ഒരു പച്ചമരുന്നാണ് ഈ മൈലാഞ്ചി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉണങ്ങിപ്പൊടിച്ചാൽ നമുക്ക് എണ്ണ ഇടുന്നവർക്ക് ആ പൊടി ഉപയോഗിച്ചാൽ മതി. കടയിൽ നിന്ന് കിട്ടുന്ന പൊടികളിപ്പം എന്തെല്ലാം കെമിക്കൽ ഇട്ടാണ് അതിൻ്റെ കളർ ഒഴിപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? നമുക്കിതുപോലെ പച്ച ഇല കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ഒരു സമയം ഏതെങ്കിലും 1, 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കാറ് പതിവുള്ളൂ. ഇപ്പോൾ ഈ എണ്ണ തീർന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എണ്ണ കാച്ചും. ഇവിടെ ഈ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പച്ചമരുന്നുകൾ കിട്ടും. കറ്റാർവാഴയാണെങ്കിലും കയ്യൂന്നിയാണെങ്കിലും എല്ലാം കിട്ടും. ഞാൻ ഇലയൊന്ന് ഊരിയെടുക്കട്ടെ.
ഓയിൽ തയ്യാറാക്കുന്നതിനായി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇവിടെ കൊപ്ര ഉണങ്ങി ആട്ടിയ വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 250 ഗ്രാം വെളിച്ചെണ്ണയുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടായി വരട്ടെ. ഓയിൽ ചെറുതായി ചൂടായിട്ടുണ്ട്. ഈ പരുവാകുമ്പം അരച്ചു വെച്ചിരിക്കുന്ന ഈ ഇല ഇട്ട് കൊടുക്കാം. എണ്ണയുമായിട്ട് മൈലാഞ്ചി ഇല അരച്ചത് യോജിപ്പിക്കാം. തീ വളരെ താത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അധികം പച്ചമരുന്നില്ലല്ലോ. ഈ സമയത്ത് നമുക്ക് ഈ പൂവിടെ ഇട്ട് കൊടുക്കാം. പൂവിൻ്റെയൊക്കെ നിറം മാറി വരുന്നു. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പച്ചമരുന്ന് അരച്ചത് അടിയിൽ പിടിക്കും. അതുപോലെ എല്ലായിടവും ഒന്നും ശരിക്കും ആ പച്ചമരുന്നുകളൊന്നും മൂത്ത് കിട്ടാതെ അങ്ങും ഇങ്ങുമൊക്കെ കരിഞ്ഞും പച്ചയൊക്കെ ആയിട്ടിരിക്കും. അതുകൊണ്ട് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഇരുമ്പിന്റെ ഗുണം എല്ലാ എണ്ണയിലേക്ക് ഇറങ്ങുവാൻ ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഓയിൽ തയ്യാറാക്കുന്നത് മൂലം സാധിക്കും. തീ കൂട്ടുവേ വേണ്ട, ചെറിയ തീയിൽ കിടന്ന് ഇത് നന്നായി മൂത്ത് വന്നാൽ മതി. എന്നാലേ എണ്ണ ശരിയാകത്തുള്ളൂ. എണ്ണയിൽ ഈ പച്ചമരുന്നിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങത്തുള്ളൂ. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. ഷാമ്പു ഒന്നും ഇടണ്ട. ഷാമ്പു ഇടുന്ന ടൈമിൽ ഇട്ടാൽ മതി. ഈ എണ്ണ തേച്ചത് മൂലം ഒന്നും ഇട്ട് കളയണ്ട. എണ്ണ കളയേണ്ട കാര്യമില്ല. തലമുടിയിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് പുരട്ടിയാൽ മതി. ഒരുപാട് തലയിൽ പുരട്ടേണ്ട ആവശ്യവുമില്ല. ഏതെണ്ണ പുരട്ടിയാലും തലയിൽ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കുക. രക്തഓട്ടം നന്നായി കിട്ടണം. ഈ ഓയില് തയ്യാറായി പതയെല്ലാം പറ്റി. ഇതുണ്ട്, എണ്ണയുടെ കളറെല്ലാം ചേഞ്ച് ചെയ്ത് കണ്ടോ. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിലായതുകൊണ്ട് കളറ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. നല്ല പച്ച കളറാണ്, കണ്ടോ. ഈ ഓയില് അരിച്ചെടുത്ത് വെള്ളമയമില്ലാത്ത ഒരു ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കും. കളറ് കണ്ടോ, നല്ല കട്ട കറുപ്പാണ്. പച്ച നിറവും കറുപ്പ് കളറും കൂടെ ചേർന്ന ഒരു ഓയിലാണ്. ഞാൻ അരിച്ചെടുത്തിട്ട് കാണിക്കാം. ഈ ഓയിലൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ആ മൈലാഞ്ചിയുടെ കളറും ചെമ്പരത്തി പൂവിൻ്റെ കളറും പിന്നെ ഒരു ചെറിയ പച്ച കറുപ്പായിട്ടാണ് ഈ ഓയിൽ കിട്ടിയിരിക്കുന്നത്.
ഇത് ഞാൻ ഒഴിച്ചൊരു ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കും. ഇതാറിയിട്ടില്ല, ചൂടാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.